ഇന്ന് നമുക്ക് ഹൈദരാബാദി സ്റ്റൈലിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അത് ഗീ റൈസിനും ചപ്പാത്തിയൊക്കെ നല്ലൊരു കോംബോയാണ്. അതിനായിട്ട് 800 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 2 പച്ചമുളക് നടുകീറിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് കട്ടിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 മീഡിയം സൈസ് സവാള നന്നായി കനം കുറച്ച് അരിഞ്ഞിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുത്തതാണ്. അത് നമുക്ക് മിക്സിയുടെ പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അതും കൂടി ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊപ്പം പുതിനയിലയും മല്ലിയിലയും കൂടിയിട്ട് പൊടിയായി അരിഞ്ഞിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എല്ലാ ചിക്കൻ പീസസിലേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടുള്ള സാധനം ഞാൻ മറന്നു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ട് തേച്ച് മിക്സ് ചെയ്ത് പിടിപ്പിക്കണമെങ്കിൽ. ഇത് നമുക്ക് അവിടെ മൂടി വയ്ക്കുക. 1 മണിക്കൂർ അവിടെ സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ സാധാരണ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകവും, പിന്നെ 1 ടീസ്പൂൺ മുഴുവനോടെയുള്ള മല്ലിയും, പിന്നെ അതിലേക്ക് ഒരു 1/2 ഇഞ്ചിൻ്റെ കറുവപ്പട്ടയും, ഒരു തക്കോലം, 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, 1 കഷ്ണം ഏലക്കായ, പിന്നെ ഇതിലേക്ക് വേണ്ടത് 5 വറ്റൽമുളകാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ 15 കാഷ്യൂ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഓയിലൊന്നും ചേർക്കരുത് കേട്ടോ. ഓയിൽ ചേർക്കാതെ വേണം ഇത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ. മുളകൊക്കെ ഇതുപോലെ നന്നായി മുരിഞ്ഞ് വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നല്ലോണം ഇത്തിരി കൂടുതലായിട്ട് തന്നെ ഓയിൽ ഒഴിച്ചെടുക്കാം. പിന്നെ 2 വഴനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മീഡിയം സൈസ് സവാള നല്ല പൊടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതൊരു ചില്ലി പരിവൊക്കെ ഒന്ന് ആയാൽ മതിയാവും. ഈ സമയത്ത് 1 മീഡിയം സൈസ് തക്കാളി നല്ല ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ഒപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല കൂടെ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒപ്പം 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് ആ തൈരിൻ്റെയൊക്കെ ഒരു പച്ച വാസന ഉണ്ടാവും കേട്ടോ. അത് മാറുന്ന വരെ, അതായത് ഇതുപോലെ എണ്ണ നന്നായി തെളിയുന്ന വരെ ഒരു 15-20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഹൈ ആക്കിയിട്ട് കൊടുക്കാം, പിന്നെ മീഡിയം ആക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കിതുപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ആ മോരിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ ഇതുപോലെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കുക വേണ്ടത്. ഒറ്റ വിസിലടിക്കുക. ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ആവിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കുക്കറിൽ അല്ലെങ്കിൽ ഭയങ്കര വേവായിരിക്കും. നമ്മൾ ഓൾറെഡി ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തതാണല്ലോ, അപ്പോൾ ഇത്ര മതിയാവും. എന്നിട്ട് നമ്മളൊന്നുകൂടി ഒന്ന് കുറച്ച് കൊത്തമല്ലി കൂടി ഇട്ടിട്ട് ഒരു തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഹൈദരാബാദി ചിക്കൻ റെഡി ആയിട്ടുണ്ട്.